C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാൻ തീരുമാനിച്ചതുപോലെ അമലയും വിഘ്നേശ്വറും തമ്മിലുള്ള വിവാഹം എനിക്ക് നടത്തിയേ പറ്റൂ. വെറും അമല, ഇന്നത്തെ അമല ദാസാകാൻ ഒരുപാട് പണം മുടക്കിയ ആളാ MP വിഘ്നേശ്വർ. അതിന് ഞാൻ സമാധാനം പറഞ്ഞേ പറ്റൂ. ഒരമ്മയും സ്വന്തം മകളുടെ താലിയേറ്റ് കാണാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ശിവ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ നിന്ന് എനിക്ക് അഴിച്ചു മാറ്റിയേ പറ്റൂ. പകരം MP വിഘ്നേശ്വർ അവളെ താലി കെട്ടണം. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം. സഹായിക്കാം. പക്ഷെ പ്രിയയുടെ കാര്യത്തില് എനിക്ക് നിങ്ങളെ കൊണ്ടും ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. അത് നിങ്ങൾ ചെയ്തു തരണം. തീർച്ചയായും. എനിക്ക് അമലയും കൊണ്ടല്ലാതെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനാവില്ല. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾക്ക് അമലയെ തിരിച്ചു കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കാം. ഇപ്പോ SK അമലയും വിദേശത്ത് ഹണിമൂൺ ആഘോഷിക്കുകയാണല്ലോ. ഹണിമൂണൊക്കെ ആഘോഷിച്ച് അവരൊന്ന് തിരിച്ചു വന്നോട്ടെ. അതുവരെ നമ്മൾ സൈലന്റ് ആയിരിക്കണം. അവര് തിരിച്ചു വന്നിട്ട് മതി ഇനി അടുത്ത നീക്കം. മതി. അവളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളുമായിട്ട് ഞാൻ വരും. കൂടെ നിൽക്കണം. DKയും MP വിഘ്നേശ്വരമൂർത്തി കൊള്ളാം. നല്ല കരുക്കള്. DK തീർക്കാൻ MP വിഘ്നേശ്വരമൂർത്തി. അപ്പോ എന്റെ കയ്യിൽ ചോരക്കര പുരളയേണ്ടി വരില്ല എന്ന് ചുരുക്കം. അമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അമ്മ ചെന്ന് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ എല്ലാം തെറ്റും. അമ്മേ, സംശയിക്കാനൊന്നുമില്ല. അവർക്ക് രണ്ടുപേർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഈ ശാന്തി മുഹൂർത്തം മണിവർണ്ണ സ്വാമികൾ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. അമ്മേ, ആലോചിക്കാനൊന്നുമില്ല. ഇനിയും താമസിച്ച അമ്മ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. മൈറ്റിൽ കണ്ണ, ഞാനിത് എങ്ങനെ അവരോട് പറയും? എന്തായാലും പറഞ്ഞേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോ പറയല്ലേ? പറയാം. എന്തിനെങ്ങനെയൊക്കെ? ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? എന്റെ ആ പഴയ കർക്കശക്കാരൻ ഹിറ്റ്ലർ എവിടെയോ പോയതുപോലെയുണ്ട്. അതെ, നീ പറഞ്ഞ ശരിയാ. കർക്കശക്കാരനും കണിശക്കാരനുമായ പഴയ DK അല്ല ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഞാൻ പൂർണ്ണമായും നിന്റെ ഭർത്താവായ DK. എന്റെ യഥാർത്ഥ മുഖം മറച്ചുവെക്കാൻ ഞാൻ എടുത്തണിഞ്ഞ മുഖംമൂടി മാത്രമായിരുന്നു അത്. എനിക്ക് പക്ഷേ അതായിരുന്നു ഇഷ്ടം. അതിനു മുൻപുള്ള DK എനിക്കറിയില്ലല്ലോ. ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ആ പരുക്കനായ ഹിറ്റ്ലറെ. ആരോടും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്ത കർക്കശക്കാരൻ ഹിറ്റ്ലർ.
അവസാന ശ്വാസത്തോളം. സരി 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 മപ മപ മരി സരി 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 മപ. ബേട്ടി, ഓപ്പൺ ദ ഡോർ. അമ്മയാണല്ലോ. മൈ സൺ, എടാ മോനെ, കഥ തുറക്കടാ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്താ അമ്മേ? നിങ്ങൾ അത് താഴേക്ക് വാ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? അമ്മ കാര്യം പറ. അത്യാവശ്യമില്ലാത്ത കാര്യം വല്ലതും ആണെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാം. നോ നോ നോ, ഇറ്റ് ഈസ് വെരി വെരി അത്യാവശ്യം. യു കം ഓൺ മോളെ, യു കം ഓൺ. നിങ്ങളെ കഥ താഴെ ഒരാൾ ഇരിപ്പുണ്ട്. ആര്? ആരെ ഈ നേരത്ത്? അതൊക്കെ പറയാം, നിങ്ങൾ വാ. കം ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ആരാ? അറിയില്ല, നീ വാ. ഇന്നു മുതൽ നാം മകന്റെ കൂടെയായിരിക്കും താമസം. അതിന്റെ ആവശ്യമില്ല. ഇവിടെ സ്വാമിക്ക് ഉറങ്ങാൻ വേറെ മുറികളുണ്ടല്ലോ. പാടില്ല പാടില്ല. ഇത് മണിവർണ്ണ സ്വാമികളുടെ തിരുവരുളപ്പാടാണ്. അതെനിക്കനുസരിച്ചേ പറ്റൂ. അതെന്തിനാ മണിവർണ്ണ സ്വാമികൾ അങ്ങനെ അരുൾ ചെയ്തത്? മൈസൻ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതെ. മണിവർണ്ണ സ്വാമികൾ പറഞ്ഞതല്ലേ, നീ അതുപോലെ ചെയ്യ. നീ ഒന്ന് അനുസരിക്കണ കണ്ണ. അമ്മേ, ഈ കുട്ടിയുമായി മുറിയിലേക്ക് വെക്കുള്ളൂ. സ്വാമി, എവിടെയാണ് മകന്റെ മുറി? മുകളില. ആ, എന്നാ മുമ്പേ നടന്നുള്ളൂ, ഞാൻ പുറകെ വരാം. ശിഷ്യ, എന്റെ ബാഗ് എടുക്കൂ. എന്റെ കയ്യിലേക്ക് തരാനല്ല, അതുകൊണ്ട് എന്റെ പിന്നാലെ വാ. അടിപൊളി. അങ്ങനെ ഡികെയുടെയും ജ്യോതിയുടെയും ശാന്തി മുഹൂർത്തം സ്വാഹ. ആ മണിവർണ്ണ സ്വാമികൾക്കൊരു സ്തുതി. ഡികെ ആകെ ദേഷ്യപ്പെട്ടാ പോയിരിക്കുന്നത്. പിന്നെ ദേഷ്യം വരാതിരിക്കൂ. കാത്തിരുന്ന് കിട്ടിയ ആദ്യരാത്രിയാ. അതാ ആ സ്വാമി ഒന്ന് കൊളമാക്കിയ. സത്യത്തിൽ ഇത് നമുക്കൊരു അനുഗ്രഹ. എങ്ങനെ? ആദ്യം നമ്മുടെ ഭർത്താക്കന്മാര് വരട്ടെ, അത് കഴിഞ്ഞു മതി ഇവരുടെ ശാന്തി മുഹൂർത്തം. അവരതിനെപ്പോഴാ വരുന്നത്? വരും, ഉടനെ തന്നെ വരും. അല്ല, അപ്പൊ ഈ ശാന്തി മുഹൂർത്തം വരെ ആ സ്വാമി ഇവിടെ തന്നെ കാണോ? അതല്ലേ പറഞ്ഞത്. ഡികെക്ക് ഇനി ഇടോ മല്ലോം തിരിയാൻ പറ്റില്ല. ആ സ്വാമികൾ കൂടെ തന്നെ ഉണ്ടാവും. പാവൻ ഡികെ അങ്ങനെ ആശിച്ച് മോഹിച്ചു കിട്ടിയ ആദ്യ രാത്രിയും ചീറ്റിപ്പോയി. സ്വാമി ഇന്ന് എന്റെ കൂടെ തന്നെ കിടന്നാ മതി. അത് വേണം. വേണം. നമുക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞിരിക്കാം. അതെ, എനിക്ക് നാമം ജപിക്കാനും മന്ത്രം ചൊല്ലാനുമേ അറിയൂ. അല്ല, സ്വാമി എന്താ കല്യാണം കഴിക്കായിരുന്നത്? ലൗകിക ജീവിതം ഇഷ്ടമല്ലാതെ ജനിച്ചത് തന്നെ സ്വാമിയായിട്ടാണോ? അതോ ഇനി പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ? എന്റെ ലൗകിക ജീവിതമൊക്കെ പണ്ടേ പോയതാ. ആരോഗ്യത്തിന് ഈ കാവ്യം നല്ലത് കുഞ്ഞ്. അത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു. പിന്നെ പിന്നൊരു കാര്യം, രാത്രി വെളിയിലോട്ടൊന്നും ഇറങ്ങി പോയേക്കരുത്. അത് പറയാൻ പറ്റില്ല. അയ്യോ, ചതിക്കരുത്, വ്രതം തെറ്റിക്കരുത്. മോന്റെ വ്രതം തെറ്റാതെ നോക്കാനാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വെറുതെ എന്നെ ഏൽപ്പിച്ച ജോലി പാഴാക്കരുത്. മണിയുള്ള സ്വാമികളെ ഭയങ്കര കലിപ്പാ, അറിയാലോ. മക്കൾസോ? അമ്മയ്ക്ക് എത്ര മക്കൾസ് വേണം? നീ എവിടെ ഇരുന്നേ. എത്ര വേണമെങ്കിലും ഡെലിവറി ചെയ്തു, ഞാൻ വളർത്തിക്കോളാം. അമ്മേ, ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. കുട്ടികൾ 1 അല്ലെങ്കിൽ 2.
അതാ സ്ഥിതി. അതിൽ കൂടുന്നതേ ക്രിമിനൽ കുറ്റമാണെന്നാ സർക്കാർ പോലും പറയുന്നത്. ബേട്ടി യു നോ ഐ ടെൽ എ സ്റ്റോറി. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഒന്നും ചെയ്യണ്ട. തുണി നനയ്ക്കണ്ട, കുനിയണ്ട, നൂരണ്ട. പണ്ടൊക്കെ 10 മാസം വരെ എല്ലാ ജോലിയും ചെയ്യണം. ഇടയ്ക്ക് നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏറ്റുനോവ് വരുന്നത്. അപ്പുറത്തേക്ക് പോയിട്ടെ ഡെലിവറി ഒക്കെ ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ടേ ബാക്കി നെല്ലുകൂടി അങ്ങോട്ട് കുത്തും. ഞാളുടെ ഓൾഡ് സ്റ്റോറി പറഞ്ഞതേ ഉള്ളൂ. അമ്മയ്ക്ക് മോടെ വിഷമം അറിയാം. സാരമില്ലമ്മേ, ഞങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ അമ്മ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാ വ്രതവും ഞാൻ എടുത്തോളാം. ഏട്ടനെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. യു ബ്യൂട്ടിഫുൾ ബേട്ടി. ഞാനിപ്പോ വരാം. യു സിറ്റ്, ഐ കം. പത്മാവതി അമ്മ, എന്താ കാര്യം? അത് അവരുടെ ശാന്തി മുഹൂർത്തം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെക്കാൻ പോകുന്നു. ഇതെന്താ ഹർത്താലോ ബന്ധോ വല്ലതും ആണോ മാറ്റിവെക്കാൻ? അതല്ലെന്ന് ആ മണിവർണ്ണ സ്വാമി പറഞ്ഞത് 7 ദിവസത്തെ പൂജകൾ കഴിഞ്ഞതിന് ശേഷമേ ശാന്തി മുഹൂർത്തം പാടുള്ളൂ. എന്ത് മണ്ടത്തിലും അമ്മ ഇതൊക്കെ. ദൈവവിശ്വാസം ആവാം, പക്ഷെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം ഒന്നും പാടില്ല. അതൊന്നും സാരമില്ല. വേവോളം കാക്കെങ്കിൽ പിന്നെ 6 നിന്നൂടെ? 7 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞു മതി ശാന്തി മുഹൂർത്തമൊക്കെ. അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? കൊച്ചു കുട്ടികളൊന്നും ഇതിലിടപെടണ്ട. പൊടി. അമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട. പോയി പുതിയ കേക്ക് ഉണ്ടാക്കാനുള്ള വല്ല ഐഡിയ നോക്ക്. ചെല്ല്. എന്തായാലും ഇനി അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകളാ. അതാ ഒരു ആശ്വാസം. പ്രിയമോൾക്ക് ഇതുപോലൊരു ഭർത്താവിനെ കിട്ടണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. ആ സ്നേഹവും കരുതലും കണ്ട് അസൂയ തോന്നുക. ഞങ്ങളെക്കാൾ മുമ്പേ നീ അമ്മയായ പിന്നെ ഞങ്ങൾക്കിവിടെ ഒരു വിലയും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ലാളനയും പരിഗണനയും കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് മതി നീ അമ്മയാവുന്നത്. മായേ, നീ എന്താ ഈ പറയുന്നത്? നീ എന്താ പറഞ്ഞത്? അമ്മേ, അത് ഇവൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണോ വേണ്ടേന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? കുഞ്ഞുങ്ങൾ ആരെങ്കിലും വ്യത്യാസം കാണിക്കുവോ? ഈ വീട്ടിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എന്റെ ചെറുമക്കൾ തന്നെയാ. ഞങ്ങള് പറഞ്ഞ സത്യം തന്നെയാ. മിണ്ടരുത്. ഒരു സത്യം പറച്ചിലുകാരി വന്നിരിക്കുന്നു. ചിത്രേ, നിന്റെ അഭിപ്രായം ഇത് തന്നെയാണോ? ഇല്ലെന്ന്. DKക്കും ജ്യോതിക്കും ആദ്യം കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നാ എന്റെ ആഗ്രഹം. ചിത്രേ, കൂടെ നിന്നിട്ട് സമയത്ത് കാല് വരരുത്. അമ്മേ, ഞങ്ങള് പറഞ്ഞത് അമ്മ തെറ്റിദ്ധരിച്ചതാ. നോ തെറ്റിദ്ധാരണ. യു ഗോ. ഗോ. പോകാനല്ലേ പറഞ്ഞത്? ഇനി ഒരു നിമിഷം ഇവിടെ നിന്നേക്കരുത്. അമ്മ അവരെ വഴക്കൊന്നും പറയണ്ടായിരുന്നു. അവര് പറഞ്ഞതിലും കാര്യമില്ലേ അമ്മ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷേ അവരിത് ഇപ്പോഴല്ല തിരിച്ചറിയേണ്ടത്. ഫൂൾസ്. ഇനി ഇതിന്റെ പേരിൽ അമ്മ BP ഒന്നും കൂട്ടാൻ നിൽക്കണ്ട. ബേട്ടി, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല, ഈശ്വരൻ വിചാരിക്കുന്ന പോലെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. അല്ല, നിനക്കും ഇതൊന്നും വിശ്വാസം ഇല്ലാണ്ടായോ? അയ്യോ, അമ്മ പറയുന്നൊക്കെ എനിക്ക് വിശ്വാസാ. എല്ലാം ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. വ്രതനിഷ്ഠ ഒന്നും തെറ്റിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. പോരെ?
ആരടിച്ചു? സ്വാമി എന്താ പിച്ചും പേയും പറയുന്നു? ഇനി 7 ദിവസം അതുവരെ കാത്തിരിക്കണം DKക്കും ജ്യോതിക്കും അവരുടെ ശാന്തി മുഹൂർത്തത്തിന്. അത് വലിയ ചതിയായി പോയി അല്ലേ മായജി? കപ്പിനും ചുണ്ടിനും ഇടയിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വപ്നമല്ലേ? ചായ ഇട്ടായിരുന്നോ? അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നീ ഒട്ടും ഉറങ്ങിയില്ല അല്ലേ ജ്യോതി? എങ്ങനെ ഉറങ്ങും? കഴിഞ്ഞ 1 വർഷം ഞാൻ ഏട്ടന്റെ ബെഡ്റൂമിലല്ലേ കിടന്നുറങ്ങിയത്. അതുകൊണ്ട് ഏട്ടനില്ലാതെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. പിന്നെ ഉറങ്ങാൻ വരുമ്പോ ഏട്ടനൊരു പ്രത്യേക മണമുണ്ട്. അതങ്ങനെ പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. അതങ്ങനെയാ. ആ മണിവർണ്ണ സ്വാമി ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി. അയ്യോ, അത് ചതിയല്ല താരെ, അനുഗ്രഹമാണ്. വ്രതശുദ്ധിയോടെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാ. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് അതിന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും കിട്ടും. ഞാനേ ഏട്ടന് ചായ കൊണ്ടുകൊടുത്തിട്ട് വരാം. ഇന്നലെ രാത്രിയില് ഞാൻ മുറിയിൽ നിന്ന് പോകുന്നതിന്റെ പരിഭവം കാണും. എന്നാ ഞാൻ ചെല്ലട്ടെ. മായച്ചി എല്ലാം കൈവിട്ടു പോയി. DKയും ജ്യോതി അവരുടെ ശാന്തി മുഹൂർത്തവും 7 ദിവസത്തെ വ്രതം കൂടി പൂർത്തിയാകുമ്പോ എല്ലാം ഭംഗിയായിട്ടൊക്കെ നടക്കും. മായച്ചി, നമ്മളിത് വിട്ടുകൊടുക്കരുത്. നമുക്കും വ്രതം പിടിക്കണം. നമ്മുടെ ഭർത്താക്കന്മാരെ വിളിച്ച് ഉടനെ വരാൻ പറയണം. മകനെ, ആ വലം കൈയ്യ് തന്നെ. എന്തിനാ? മകനെ തരൂ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ. തരൂ, മകളുടെ വലത് കൈ. ഇനി പാർവതി പരമേശ്വരന്മാരെ ധ്യാനിച്ച് ഈ ഹോമകുണ്ടത്തിന് ചുറ്റും 3 തവണ വലം വെച്ചോളൂ. പ്രേമത്തിനും ഭാര്യാഭർത്തൃ ബന്ധത്തിനും പാർവതി പരമേശ്വരനേക്കാൾ ഉത്തമമായ മറ്റൊരു ചൈതന്യം ഈ ലോകത്തില്ല. വലം വെച്ചോളൂ. അതുമാത്രമല്ല, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ കീർത്തിമാന്മാരും കീർത്തിമതികളുമായി തീരും. ഇതാ വാങ്ങിച്ചോളൂ. അല്ല, ഇതാ വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് കീർത്തിമാന്മാരാവണ്ടേ നായച്ചി? കുറച്ച് ലേഹ്യം നമുക്കൂടെ മേടിക്കണം. അതിന് നമ്മുടെ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലല്ലോ. അവരെ ഉടനെ വരുത്തുന്നു മായച്ചേനല്ലേ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടുപേരും. ഇനി വരാൻ പോകുന്ന 7 ദിവസവും കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആയുധം കൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. മനസ്സിൽ ഈശ്വര ചിന്ത മാത്രമേ പാടുള്ളൂ. അപ്പൊ വേറൊന്നും ആലോചിക്കാൻ പറ്റില്ലല്ലേ? കഷ്ടം. 7 ദിവസം DKയുടെ കാര്യം പോക്കാം. DKയുടെ കാര്യം മാത്രമല്ല, ജ്യോതിയുടെ കാര്യവും പോക്കാം. ഒന്നുകൂടി വ്രതനിഷ്ഠയോടുകൂടി ജീവിക്കണം ഈ 7 ദിവസവും. ഒരിക്കലും വ്രതം തെറ്റിക്കാൻ ശ്രമിക്കല്ലേ. ഓ, ഗ്രേറ്റ് വേർഡ്സ്. നിനക്ക് ഇത്രയൊക്കെ വലിയ വാക്കുകൾ സംസാരിക്കാൻ അറിയായിരുന്നോടാ കണ്ണ? ഇനിയിപ്പൊ സംസാരിച്ചാലല്ലേ പറ്റൂ. അമ്മേ, ആ ഗജരാജാനന്ദ സ്വാമികൾ എങ്ങോട്ട് പോയി? സ്വാമികള് പൂജ കഴിഞ്ഞ ഉടനെ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയതാ. വൈകിട്ട് വരും. എന്തിനാ ഈ സ്വാമി ഇവിടെ താമസിക്കുന്നത്? പൂജ കഴിഞ്ഞിട്ട് തിരിച്ചു വയ്ക്കൂടെ? അമ്മ നിർബന്ധിച്ചിട്ടാണോ? ഏയ്, നോ നോ നോ, ഇതെല്ലാം മണിവർണ്ണ സ്വാമികളുടെ തീരുമാനമല്ലടാ കണ്ണ. പൂജ കഴിഞ്ഞ് തിരുമേനി ഇവിടെ താമസിക്കുന്നതില് ഒരർത്ഥവുമില്ല.
അത് ഡി കെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാ. മായേ, നോ സ്പീക്കിംഗ്. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അത് മതി. അല്ല, നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. നീ ഇരിക്ക്. ഇല്ല, ഏട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അത് വേണ്ട, വായിരിക്കെ. ഞാൻ എടുത്തോളാം ഏട്ടാ. ഞാൻ എടുത്തു തരാം. ഇങ്ങനെയാണെങ്കിൽ വിളമ്പി കൊടുക്കുന്ന മാത്രമല്ല, വാരി കൊടുക്കുന്നത് നമ്മൾ കാണാൻ. കഴിക്ക്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ നിന്റെയൊക്കെ കാര്യേ പോക്ക. You understand? Look your mind and take love. You love your husbands. അങ്ങനെ ചെയ്ത നിങ്ങളുടെ ഹസ്ബൻഡ്സ് നിങ്ങളുടെ ലവിന് വേണ്ടി പിന്നാലെ നടക്കും. അവർ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല. വൈഫിന്റെ ലവ് ഒരു ചങ്ങല പോലെയാ. അതിൽ ഹസ്ബൻഡെ തളച്ചിടണം. ആ ചങ്ങല നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളത് കണ്ടുപിടിക്കാൻ നോക്കും. ഇല്ലെങ്കിലേ അവന്മാരെ വഴിക്ക് അങ്ങോട്ട് പോകും. ദേ, പറഞ്ഞില്ല എന്ന് വേണ്ട. വാട്ട് എ ബ്യൂട്ടിഫുൾ കാഴ്ച. എത്ര നാളായി അതുപോലൊരു കാഴ്ച കാണാൻ ഞാൻ കാത്തിരിക്കുന്നത്. ഓ, ഇന്ന് ദേവി എന്നെ കാണിച്ചു തന്നു. ഐ ആം ഹാപ്പി ബെറ്റി, വെരി വെരി ഹാപ്പി. ഇപ്പൊ അവൻ നിന്നോട് കാണിക്കുന്നല്ലോ നീ അനുഭവിച്ച കണ്ണീരിന്റെ റിസൾട്ടാ. ഇനി അവന്റെ ലൈഫ് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇപ്പോഴാ അവനൊരു ഹസ്ബൻഡ് ആയത്. സന്തോഷം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല അമ്മ. സന്തോഷായി ബേട്ടി, ബട്ട് കൺട്രോള് കളയരുത്. ആ 7 ഡേയ്സില് എല്ലാം നിന്റെ കൺട്രോളിലാ ബേട്ടി. അമ്മ പേടിക്കണ്ട അമ്മ. അമ്മയുടെ മോൻ അത്രയ്ക്ക് തല്ലിപ്പൊളിയൊന്നുമല്ല. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ ബേട്ടി. ഈ സുപ്രിയമായിട്ട് സ്നേഹിക്കുമ്പോഴും ഒപ്പം ജീവിക്കുമ്പോഴും ഏട്ടൻ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഇത്രയ്ക്ക് സ്നേഹം സുപ്രിയോടും കാണിച്ചിട്ടുണ്ടോ? അവൻ ഇങ്ങനെയാ മോളെ. സ്നേഹമായാലും ദേഷ്യായാലും അത് പ്രകടിപ്പിക്കാൻ ഒരു മടിയുമില്ല. അതാര് കാണുന്നോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നോ അവൻ ഓർക്കാറില്ല. വെറും പച്ച മനുഷ്യനാ മൈ സൺ. ഹി ഈസ് ഗ്രേറ്റ് ബേട്ടി, വെരി വെരി ഗ്രേറ്റ്. ഒരു കാര്യം സത്യാമ്മ, ഇപ്പോഴത്തെ ഡി കെക്ക് ഇനി ഒരിക്കലും പഴയ ഡി കെ അവൻ കഴിയില്ല. അവക്ക് വേണ്ടിയാ ഒരു ജന്മം മുഴുവൻ ഞാൻ ജീവിച്ചത്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെച്ചതും അവക്ക് വേണ്ടി മാത്രം. എന്നിട്ടും അവൾ എന്നെ ചതിച്ചു. എനിക്ക് പരാതിയൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതും നേടിയെടുക്കാൻ നിങ്ങൾ അവളെ ഉപകരണമാക്കി. ആ പെൺകുട്ടിയുടെ മനസ്സും ഇഷ്ടവും നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കും. അവളുടെ ജീവന് ഒരാപത്തും സംഭവിക്കാതെ ഞാൻ സംരക്ഷിച്ചോളാം. ഡി കെ, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല.
അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? അതെങ്ങനെ? മറക്കാൻ കഴിയുന്ന ബന്ധമല്ലല്ലോ നമ്മൾ തമ്മിലുള്ളത്. ക്ഷേത്രത്തിൽ വെച്ച് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്റെ പിള്ളേരാ. എന്റെ വരവറിയിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷെ നിനക്കത് മനസ്സിലായില്ല. ജയ്, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാനിപ്പോ സമാധാനമായിട്ട് ജീവിക്കാം. എന്റെ സമാധാനം കളയരുത്. 9 കൊല്ലമായി ഞാൻ സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഓർമ്മയുണ്ടോ നിനക്ക്? ഇന്ന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ജയ്, ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്റെ നഷ്ടങ്ങളൊന്നും എനിക്കെങ്ങനെ മറക്കാൻ കഴിയുന്നതല്ല. അതിനുള്ള നഷ്ടപരിഹാരമല്ല നിന്നിൽ നിന്ന് തന്നെ ഞാൻ ഈടാക്കും. ജയ് പ്ലീസ്. എനിക്ക് നിന്നൊന്ന് കാണണം. ഞാൻ വരുന്നുണ്ട് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിന്നെ കാണാൻ. ജയ് വേണ്ട, ദയവേത് നിങ്ങൾ ഇവിടേക്ക് കയറി വരരുത്. എന്റെ ജീവിതം തകരും. നിനക്കുള്ളതെല്ലാം തകർത്ത് തരിപ്പണമാക്കും ഞാൻ. അത് വേണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം. മായ, മായ, എന്താ എന്താ മുഖമില്ലാതിരിക്കുന്ന? ആരാ ഫോണില്? അത് എന്റെ ഒരു പഴയ ഫ്രണ്ടാ. അതിനെന്തിനാ ഇത്രയ്ക്ക് ടെൻഷനാവുന്നത്? ഏയ്, എനിക്കൊരു ടെൻഷനുമില്ല. അവളുടെ ഒരു പ്രോബ്ലം പറയാൻ വിളിച്ചതാ. അതാ. ശരിയേ? അല്ല, നീ എന്താ താര ഈ പറയുന്നത്? അമ്മേ, ഇവര് പറയുന്നത് DK സാധാരണ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറന്റിൽ നിന്നാണല്ലോ. അതുകൊണ്ട് ഇന്ന് മാത്രം ജ്യോതി ഫുഡും കൊണ്ട് പോകുന്ന എന്തിനാന്ന് അതറിയില്ലേ? ലവ്. അവര് പരസ്പരം ഇപ്പൊ ലവ് ചെയ്യല്ലേ? അപ്പൊ ചിലപ്പോ ഫുഡ് കൊണ്ടുപോകും, ഒരുമിച്ചിരുന്ന് കഴിക്കും, ചിലപ്പോ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കും. അത് മാത്രല്ല, ചിലപ്പോ അവരൊരുമിച്ച്, അല്ല, ഈ ഫോണിലൊരു കൊണ്ടുണ്ടല്ലോ, എന്താ അത്, റീല്, അതിലൊരു ലവ് സോങ് ചെയ്തെന്നിരിക്കും. അത് നമുക്കെന്താ കാര്യം? അമ്മേ, ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കണോ? റെസ്റ്റോറന്റിൽ ഫുഡും കൊണ്ട് ചെല്ലുമ്പോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നാണക്കേട്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാതെ ഇരിക്കാൻ വയ്യാന്ന് നാട്ടുകാര് പറയും. അമ്മ കേട്ടില്ലേ? ഇതാ ഇവരുടെ പ്രശ്നം. കിട്ടാത്ത മുന്തിരി പുളിക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇതുവരെ ലവ് ചെയ്യാത്തത് അത് അവരുടെ കുറ്റമാണോ? ഒരുപാട് സങ്കടപ്പെട്ടതിന് ശേഷമാ അവരിപ്പോഴാ ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയത്. അവരുടെ ലൈഫില് കുശുമിന്റെയും കുഞ്ഞായ്മയുടെയും എണ്ണ ഒഴിച്ച് കത്തിച്ചേക്കല്ലേ. അവര് ലവ് ചെയ്യട്ടെ. എന്നാലും അമ്മ സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് എന്നാലും നോ എന്നാലും. അവരുടെ ശാന്തി മുഹൂർത്തം നടക്കുമ്പോ നമുക്ക് ശാന്തി മുഹൂർത്തം ആഘോഷിക്കണ്ടേ? വേണ്ടേ? അത് കേട്ടപ്പോ നാണമായല്ലേ? മോളെ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. നീ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. അയ്യോ, ഭയങ്കര വെയില്. എന്നാ താക്കോല്. വെയില് കൊള്ളണ്ട, വേഗം വെക്കോ. പിന്നെ നീ എന്നെ കൊണ്ട് കടുങ്ങുകയും ചെയ്യിപ്പിക്കരുത് കേട്ടോ, പ്ലീസ്. നിന്റെ അച്ഛന്റെ ജീവൻ നിനക്ക് മാത്രമല്ല എനിക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. പക്ഷെ 2 ദിവസം അത് മറക്കരുത്. വെയിലുകളുണ്ടോ? പൊയ്ക്കോ. എന്തോ ഉണ്ട്. ഫോണിൽ സംസാരിച്ചപ്പോ നല്ല സന്തോഷത്തിലായിരുന്നു.
പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ? പിന്നെ ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ദാ, ഏട്ടന് ഇഷ്ടപ്പെട്ട ഉള്ളിത്തീയല്, വറുത്തരച്ച ചമ്മന്തി എല്ലാം ഉണ്ട്. കഴിക്ക. ഹലോ, ആര്? ഓ, നിങ്ങളോ? അതിന് നിങ്ങൾക്ക് എന്ത് വേണം? സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുക. മിസ്റ്റർ, ഇത് എന്റെ ഹോട്ടലിന്റെ കാര്യമല്ലേ? അത് ഞാൻ നോക്കിക്കോളാം. എന്റെ ബിസിനസ്സിൽ നിങ്ങൾ അഭിപ്രായം പറയണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളോടൊന്നും എനിക്ക് മറുപടി പറയാനില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളൊന്നും എന്റെ വെൽവിഷേഴ്സ് അല്ലെന്ന് എനിക്കറിയാം. ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. DK സാറിന് ഭയങ്കര ചൂടിലാണെന്ന് തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.